ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ധാരാളമായി ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ വകയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം മറന്നു കളയാതെ കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിച്ച് പുതിയ വർഷത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ കർത്താവിന് വേണ്ടി നിർവഹിക്കുന്നവരായി നമുക്ക് സ്വയം സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം the epistle to Colossians chapter 3 verses 1 to 4 മൂന്നാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. chapter 3 verses 1 to 4. If then you were raised with Christ, seek those things which are above, where Christ is sitting at the right hand of God. Set your mind on things above, not on things on the earth. For you died, and your life is hidden with Christ in God. When Christ, who is our life, appears, then you also will appear with him in glory. It's a very familiar passage to us. അപ്പോസ്തലന്റെ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ഉപദേശങ്ങൾ തൻ്റെ ആ ലേഖനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഉപദേശങ്ങളോടൊപ്പം തന്നെ നാം ചെയ്യേണ്ടതായ പ്രാക്ടിക്കലായി നാം ചെയ്യേണ്ടതായ കാര്യങ്ങളും ലേഖനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗലോസിന്റെ പല ലേഖനങ്ങളിലും ആദ്യത്തെ അധ്യായങ്ങൾ ഉപദേശങ്ങൾ പറയുവാൻ വേണ്ടി താൻ വിനിയോഗിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഉപദേശം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് നാം അത് എങ്ങനെ നാം ചെയ്യണം എന്നുള്ള കാര്യം അപ്പോസ്തലൻ വിവരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. ഡോക്ട്രിൻ, the first chapters he will be devoting for explaining the doctrine, and then the doctrine will lead to our duty. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, what Christ has done for us, the work of Christ, അത് ആദ്യം അത് വിവരിച്ചതിന് ശേഷമായി how we should walk with Christ, ക്രിസ്തുവിനോടുകൂടെ നാം എങ്ങനെ നടക്കണം എന്നുള്ളതായ കാര്യങ്ങൾ രണ്ടാമത് അപ്പോസ്തലൻ വിവരിക്കാറുണ്ട്. what we have to believe, and then he will explain how we are to behave. നമ്മുടെ ബിലീഫ് അത് ബിഹേവിയറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. നാം പല കാര്യങ്ങൾ ഉപദേശപരമായി നാം പഠിക്കുന്നുണ്ട്. പഠിച്ചതായ കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നാം ഓർക്കേണ്ടത് what is my responsibility, how I should respond to this great doctrine which the apostle has been teaching, how I should modify my practical life. അപ്പോൾ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ എല്ലാ ലേഖനങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. കൊലോസ്യ ലേഖനത്തിൽ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഉപദേശം നമുക്ക് തരികയാണ്. 3ഉം 4ഉം അധ്യായങ്ങളിൽ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായ കാര്യങ്ങളാണ് 3ഉം 4ഉം അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. വളരെ നമുക്ക് പരിചയമുള്ളതായ വാക്യങ്ങളാണല്ലോ അത്. വളരെ വേഗം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഇഫ് യു ആർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്, നാം കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. വി ആർ റെസറക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ആ 3ാമത്തെ അധ്യായത്തിലെ ചില പദങ്ങൾ നമ്മൾ നോക്കിയാൽ വളരെ മനോഹരമായ ഒരു ലിങ്ക്, ഒരു പ്രൊസീജിയർ അവിടെ കാണുവാൻ കഴിയും. നോക്കുക. ഇൻ വേഴ്സ് 3 we read you died. Verse 3, you died. Then verse 1, you were raised with Christ. Then same verse, Christ is sitting at the right hand of God. Then verse 3, your life is hidden with Christ. Then verse 4, when he appears, you also will appear in glory. ആ സീക്വൻസ് ശ്രദ്ധിച്ച് നോക്കിക്കേ. You died, then you were raised with Christ. Christ is sitting at the right hand of God, and your life is hidden with Christ. And when Christ appears, you will also appear with him in glory. മനോഹരമായി അപ്പോസ്തലൻ ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മരിച്ചു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അങ്ങനെയെങ്കിൽ നാം ഓർക്കുക,
ഇപ്പോൾ നാം ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും വി ആർ നോട്ട് സിറ്റിസൺസ് ഓഫ് ദിസ് വേൾഡ്. നാം ഇവിടുത്തുകാരല്ല. നാം മരിച്ചു. ഈ ലോകത്തിന് വേണ്ടി നമ്മൾ മരിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഇപ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എങ്കിൽ, even though we are living in this world, remember that we are resurrected with Christ and our life is hidden with Christ and Christ is sitting at the right hand of God. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ലോകവുമായുള്ളതായ ബന്ധം വളരെയധികം അതിൽ നിന്ന് നാം വിച്ഛേദിക്കേണ്ടതായ സമയം കഴിഞ്ഞു എന്നല്ലേ അത് പറയുന്നത്. നോക്കുക, കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി നിങ്ങൾ സുവിശേഷം പറയണം. എന്നാൽ ഈ ലോകത്തോട് നമുക്ക് സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ നാം ഈ ലോകക്കാരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് പറ്റുകയില്ല. ഇഫ് വി ഹാവ് ടു റീച്ച് ദ വേൾഡ്, വി ഹാവ് ടു മൂവ് എവേ ഫ്രം ദ വേൾഡ്. ഈ ലോകത്തിൽ നിന്നും നാം മാറ്റപ്പെട്ടവരാണെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിന് നമ്മുടെ ദൈവികമായ സന്ദേശം നമുക്ക് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. നാം ലോകത്തിന് വേണ്ടി അതിൽ തന്നെ വീണ്ടും അതിൽ ശ്രദ്ധ വെച്ച് മുൻപോട്ട് പോകുന്നവരല്ല. നാം അതിൽ നിന്നും നമ്മുടെ ചിന്തകൾ മാറ്റിയിട്ട് കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുന്നവരായിരിക്കണം. എങ്ങനെ നമുക്കത് സാധിക്കും എന്നുള്ളതാണ് ഈ 4 വാക്യങ്ങളിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നതായ ചില ചിന്തകൾ നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണെങ്കിലും ഈ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ലോകത്തിൽ നിന്ന് നാം മരിച്ചു, നാം അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തുവിനോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ഈ ലോകവും ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ നാം ഓർക്കുക. the world and the world of sin, it has become a tomb for us. നമ്മൾ പിന്നെയും ആ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നവരല്ല. we have to leave that sepulcher. ആ കല്ലറയ്ക്കകത്തു നമ്മൾ പുറത്തു വന്നേ മതിയാകുകയുള്ളൂ. because we are dead and we are now living with Christ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളെ മാത്രം ചിന്തിച്ച് നാം മുൻപോട്ട് പോകുന്നെങ്കിൽ നാം എവിടെ നിന്നാണോ നാം ഉയർത്തെഴുന്നേറ്റത്, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന മോഹങ്ങളും ലോകത്തിൻ്റെതായിരിക്കുന്നതായ കാര്യങ്ങളിൽ നാം ജീവിച്ചവരായിരുന്നു. എന്നാൽ നാം അത് സംബന്ധമായി നാം മരിച്ച് ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ വീണ്ടും നമ്മൾ ജീവിച്ചിരുന്ന മുൻപ് നമ്മൾ ആയിരുന്ന ആ ലോകത്തിലാണ് നമ്മുടെ ചിന്താഗതികൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ we are still living in that tomb. We are still living in that sepulcher and we have to come out of that. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെസ്സേജിന്റെ ടോപ്പിക്, ഹൗ വി ക്യാൻ ലിവ് ദാറ്റ് റിസറക്റ്റഡ് ലൈഫ്. ആ പുനരുത്ഥാന ജീവിതം നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും, എങ്ങനെ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ കഴിയും എന്നാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, യു ഷുഡ് നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ്. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകുവാൻ പാടില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. 2 Corinthians chapter 6 verse 16 അവിടെ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, കം ഔട്ട് ഫ്രം ദം. നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരിക, നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു വരിക. കം ഔട്ട് ഫ്രം എമംഗ് ദം ആൻഡ് വി ഷുഡ് നെവർ ബി കൺഫോംഡ് ടു ദിസ് വേൾഡ്. അങ്ങനെയുള്ളതായ ആ ഒരു ആശയത്തിൽ ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ടവരായി ആയിരിക്കുമ്പോൾ മാത്രമേ കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഈ വാക്യങ്ങളിൽ അപ്പോസ്തലൻ വിവരിക്കുന്നത് എങ്ങനെ നാം ആ രീതിയിൽ നമുക്ക് ഈ ലോകത്തിനോടുള്ളതായ ബന്ധം അവസാനിപ്പിച്ചിട്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഡിറക്ഷൻ എല്ലാറ്റിലും ഒരു വ്യത്യാസം വന്ന് നാം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒരു തീരുമാനം എടുക്കുവാൻ നമുക്കിടയാകണം. As we are entering the new year, let all of us have a new focus and let everyone take a decision that I will have a new direction. ഇതുവരെ ഞാൻ ജീവിച്ചതുപോലെയല്ല, ഒരു പുതിയ ദർശനത്തോടുകൂടി, ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരണം. അതാണ് ഈ വാക്യത്തിന്റെ ഉള്ളടക്കം. ആ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഇഫ് ദെൻ യു വെയർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്. ഇഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ എങ്കിൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥമല്ല, സിൻസ് എന്ന് തന്നെ ആ വാക്കിന് നമുക്ക് അർത്ഥം കൊടുക്കാം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് എന്ന് തന്നെയാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ അത് ഒരു ഉറപ്പിനെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവരാണല്ലോ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയുള്ളതായ ഉയർപ്പിന്റെ അനുഭവത്തിൽ നിങ്ങൾ ജീവിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. 2 പ്രധാനപ്പെട്ടതായ കൽപ്പനകൾ ഈ വാക്യങ്ങളിൽ, ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധിക്കുക.
ഒന്നാമത്തെ വാക്യത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. So we can see two commands in these 4 verses. The first one is we see in verse 1. The first commandment given there is seek those things which are above. We have to seek those things which are above. What does it mean? Seeking things which are above means we have to seek the heavenly things. What is the meaning? It simply says that when we are looking at things above, ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ സ്വർഗീയമായ കാര്യങ്ങൾ നാം അന്വേഷിക്കുന്നവരായിരിക്കണം. നിലനിൽക്കുന്ന നിത്യതയുടെ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നവരായിരിക്കണം. ദൈവികമായ വിഷയങ്ങളായിരിക്കണം നാം അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഒന്നാമതായി അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി. Seek those things which are above. So when we see that commandment from God, it means we have to seek heavenly things. We have to seek the eternal, lasting things, and we have to seek things from God. ദൈവികമായ വിഷയങ്ങൾ അന്വേഷിപ്പാൻ നമുക്ക് ഇടയായി തീരണം. പുതിയ നിയമത്തിലൊക്കെ പല ഭാഗത്ത് ഈ അന്വേഷിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നമുക്കറിയാം. A very familiar verse, Matthew 6:33. Seek ye first the kingdom of God and his righteousness and its righteousness. മുമ്പേ നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്ന് നമ്മൾ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ 6-ാമത്തെ അധ്യായം തന്നെ എൻ്റെ 19, 20, 21 വാക്യങ്ങൾ, സമയം കുറവ് കൊണ്ട് ഞാൻ എല്ലാ ഭാഗവും ഇവിടെ വായിക്കുന്നില്ല. നിങ്ങൾ ആ വാക്യങ്ങൾ കുറിച്ചെടുക്കുക, പിന്നീട് വായിക്കുക. 6-ന്റെ 33-ാമത്തെ seek ye first the kingdom of God and its righteousness. Chapter 6 verse 19 to 21. Do not lay up your treasure in this world, but lay up your treasure in heaven. നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ സ്വർഗത്തിൽ വേണം നിങ്ങൾ സ്വരൂപിക്കുവാൻ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ആ ഉയരത്തിന്റെ ഒരു പ്രത്യേകത അവിടുത്തെ ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഉയരത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ആ ഉയരത്തിലുള്ളത് എന്നുള്ളതായ പദത്തിന്റെ മുൻപിൽ കൊടുത്തിരിക്കുന്ന വിശേഷണം നോക്കുക. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടം ആയ ഉയരത്തിലുള്ളത്. Seek the things which are above, where Christ is seated at the right hand of God. നമ്മൾ അന്വേഷിക്കുന്നതായ ആ സ്ഥലത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. We have to change our direction. We should not look here and there. We should not look downwards. We should always be looking upward. Why are we looking upwards? Because there is Jesus Christ seated at the right hand of God. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്ന ആ ഉയരത്തിലുള്ളത് വേണം നാം അന്വേഷിക്കുവാൻ. വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണെന്ന് നമുക്കറിയാമല്ലോ. മാത്യു 28:18 കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓൾ അതോറിറ്റി അണ്ടർ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൺ ടു മീ. അപ്പോൾ ആ അധികാരത്തെ ആണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ സകല അധികാരവും ദൈവം യേശുക്രിസ്തുവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാമും, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നാമും ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണെന്നുള്ള കാര്യം നാം മറക്കരുത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6, 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ ആശയം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6 എന്താണ് നമ്മൾ വായിക്കുന്നത്? And raised us up together and made us sit together in the heavenly places in Christ Jesus. Say in Colossians 3:1 we read, Jesus Christ is seated at the right hand of God. In this verse we read, we are also raised up together with him, and we are now sitting together in the heavenly places, where in the heavenly places in Christ Jesus. Now, see, Jesus Christ is seated at the right hand of God, and we are also seated in the heavenly places with Christ. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആയിരിക്കുവാൻ പാടില്ല. നമ്മൾ അന്വേഷിക്കുന്നത് ലോകത്തിന്റെ കാര്യങ്ങളായിരിക്കരുത്. നമ്മുടെ അന്വേഷണം എപ്പോഴും സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ച്
കർത്താവിനോടുള്ളതായ ബന്ധത്തിൽ, ദൈവരാജ്യത്തോടുള്ളതായ ബന്ധത്തിൽ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, കർത്താവിന്റെ രാജ്യം എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുവാൻ കഴിയും, ആ എക്സ്റ്റൻഷന് വേണ്ടി എനിക്ക് എന്ത് പങ്കാണ് വഹിക്കുവാൻ കഴിയുന്നത്, ഹൗ ക്യാൻ ഐ cooperate in that work of God, that the expansion of the kingdom of God, how can I lay up my treasure in heaven. നിങ്ങൾ ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കുക. 2 കമാൻഡ്സ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ കൽപ്പന നാം വായിക്കുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, സീക്ക് ദ തിങ്സ് എബവ്. രണ്ടാമത്തെ ഒരു കൽപ്പന, ഒരു കാര്യം രണ്ടാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. what is second commandment given there? Set your mind on things above, not on things on earth. രണ്ട് കാര്യങ്ങളും ഏകദേശം ഒരുപോലുള്ള കാര്യങ്ങളാണ്. The first one was you seek those things which are above. The second thing that is given is set your mind on things above. നിങ്ങൾ ഉയരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ള കാര്യങ്ങൾ വേണം. നോക്കുക, എന്താണ് വ്യത്യാസം? Can you find a difference between these two imperatives? These two commands is given there. First one is you have to seek those things are above. When we are seeking those things above, the meaning is we have to change our direction and we have to look above and we have to seek those things there. Here it is given, you have to set your mind on things above. നമ്മളുടെ ചിന്ത എപ്പോഴും ഉയരത്തിലുള്ളതായിരിക്കണം. Our focus should be it should not be on this world, but we have to focus on things in the heavenly places. നാം ഉയരത്തിൽ ഉള്ളത് ചിന്തിക്കുന്നവരായിരിക്കണം. ഇത്ര മനോഹരമായ 2 കൽപ്പനകളാണ്, 2 ആജ്ഞകളാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കുമോ? ഞാൻ ഈ ഭൂമിക്ക് വേണ്ടി, ഭൂമിയിലുള്ള കാര്യത്തിന് വേണ്ടി, ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ചെലവഴിക്കുവാൻ അല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ട വ്യക്തിയാണ്. ഞാൻ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കേണ്ട വ്യക്തിയാണ്. I have to seek those things above and I have to set my mind on things above. ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിപ്പാൻ നമുക്ക് ഇടയായി തീരണം. ആ രീതിയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനോട് ചേർന്ന ഒരു വാക്യം കൂടെ നോക്കുക. ഫിലിപ്പിയ ലേഖനം chapter 3 verse 19 and 20. അവിടെ ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഈ ലോകത്തിനു വേണ്ടി മാത്രം ചിന്തിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. See Philippians chapter 3 verse 19, the second part, last part, verse 3:19 we read like this, the end of that word, who set their mind on earthly things. 19ാമത്തെ വാക്യം, ഫിലിപ്പിയർ 3:19 വാക്യത്തിന്റെ ഒടുവിൽ അവർ ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അവർ ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു. 3ാമത്തെ അധ്യായത്തിന്റെ ആ വാക്യം കണ്ട 3:19, അവർ ഭൂമിയിൽ ഉള്ളത് ചിന്തിക്കുന്നു. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. There are many people in this world who pretend to be Christians. They say that we are following Christ, but they are called in verse 18, they are enemies of the cross. അവർ ക്രൂശിന്റെ ശത്രുക്കൾ എന്നാണ് പൗലോസ് അവരെ വിളിക്കുന്നത്. I am saying these things with great shame, with great sorrow. ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അവർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. Who are the enemies of the cross? പല ക്വാളിറ്റീസ് അവരുടെ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ 19ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ പറയുകയാണ്, they are thinking of things of this world. ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. They set their mind on earthly things. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, what should be our thinking? We have to think of the things which are above. ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ നമുക്കിടയാകണം. ഫിലിപ്പിയ ലേഖനം തന്നെ അടുത്ത അധ്യായം 4ാമത്തെ അധ്യായത്തിൽ അതിന്റെ 8ാമത്തെ വാക്യത്തിൽ എങ്ങനെയൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നാം ചിന്തിക്കേണ്ടതെന്ന് അതിന്റെ 8ാമത്തെ വാക്യത്തിലും കൊടുത്തിട്ടുണ്ട്. ഫൈനലി ബ്രദറൻ എന്ന് പറഞ്ഞ് 6-7 കൂട്ടം കാര്യങ്ങളോടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ഫൈനലി ബ്രദറൻ, whatever things are true, whatever things are noble, whatever things are just, whatever things are pure, whatever things are lovely, whatever things are of good report, if there is any virtue and if there is anything praiseworthy, meditate on these things. Meditate on these things. Think on these things. Set your mind on these things. Don't set your mind on earthly things,
because you are resurrected with Christ and you are seated in the heavenlies in Christ. So you have to seek things above, the apostle said, as the first commandment. And second is you have to set your mind on things above. See, if only the second thing, if we can set our minds on things above, then only we can seek things above. ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാത്ത വ്യക്തികൾക്ക് ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം എടുക്കേണ്ടതായ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലുള്ള കാര്യത്തിന് വേണ്ടി, എൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയായിട്ടല്ല ഞാൻ എൻ്റെ ചിന്ത, എൻ്റെ ശ്രദ്ധ, ഞാൻ ധ്യാനിക്കേണ്ടതായ കാര്യങ്ങൾ, ഞാൻ ആലോചിക്കേണ്ടതായ വിഷയങ്ങളൊക്കെ ഫിലിപ്പിയർ 4:8 നമ്മൾ വായിച്ചതുപോലെ രമ്യമായതൊക്കെയും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. രമ്യമായതൊക്കെയും, നിർമ്മലമായതൊക്കെയും, സത്യമായതൊക്കെയും, ഘനമായതൊക്കെയും എന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നിശ്ചയമായും ഉയരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് പറവാൻ കഴിയും. അങ്ങനെ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. So listen to the two commandments that the apostle is giving to us. First one is we have to seek those things which are above. And secondly, he is saying we have to set our minds on things above. Now, in the next two verses, the apostle is giving three reasons for that. Why we should obey this, why we should do like that, or how we can seek the things above, and how we can set our minds on things above. അതിന് സഹായകമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമായിട്ട് പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ഈ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാം. അതും കൂടെ വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നോക്കുക, നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരായിരിക്കണം, ഉയരത്തിലുള്ളത് നാം ചിന്തിക്കുന്നവരായിരിക്കണം. അതിന് അപ്പോസ്തലൻ പറയുന്നതായ ചില റീസൺസ്. ഒന്നാമത്തെ കാരണം മൂന്നാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തുണ്ട്. എന്താണ് മൂന്നാമത്തെ വാക്യത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്? ബിക്കോസ് യു ഡൈഡ്. നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം യു ഡൈഡ്, നിങ്ങൾ മരിച്ചു എങ്കിൽ നമുക്കറിയാമല്ലോ, മരിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ആ വീട്ടിലെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ നോക്കാൻ കഴിയുകയില്ല, അതിന്റെ ആവശ്യമില്ല. സോ how can you, or why should you seek things above, or why should you set your minds on things above? എന്തുകൊണ്ട് നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം? അതിന്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾ മരിച്ചു. യു ഡൈഡ്, നിങ്ങൾ മരിച്ചവരാണ്. ഗലാത്യ ലേഖനത്തിലും മറ്റു ലേഖനങ്ങളിലൊക്കെ പൗലോസ് കാര്യം വിവരിക്കുന്നുണ്ട്. ഒരു വാക്യം നമുക്ക് നോക്കാം. Galatians chapter 2 verse 20, a very familiar verse. Galatians chapter 2 verse 20, there Paul says, I have been crucified with Christ. It is no longer I who live, but Christ lives in me, and the life which I now live in the flesh, I live by faith in the Son of God, who loved me and gave himself for me. I have been crucified with Christ. I died with Christ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഉയരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുവാൻ ഞാൻ കടമ്പെട്ടവനാണ്. ഉയരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കേണ്ട വ്യക്തിയാണ്. ബിക്കോസ് ഐ ആം ഡെഡ്. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു. നമ്മുടെ ഭൂതകാല അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയും. മൂന്ന് കാരണങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ കാരണം അത് നമ്മുടെ പഴയ രക്ഷിക്കപ്പെട്ടതായ ആ അനുഭവത്തോടുള്ളതായ ബന്ധത്തിൽ പറയുകയാണ്. യു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഒന്നാമത്തെ വാക്യത്തിൽ അതിന്റെ തുടർച്ചയുണ്ട്. യു വെർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്. നിങ്ങൾ മരിച്ചു, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. The day when we accepted Jesus into our life, and when we confessed Jesus as our Savior, and when we were giving that confession before the church or before a group of believers, we said, one day we confessed that I accept Jesus as my Savior. He died for me, and this day I am accepting Jesus into my life, and I confess that Jesus died for my sins, and with my heart I am saying I am accepting Jesus as my personal Savior. And when we are making that confession, that very same moment, remember, we died, and we are risen with Christ. ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും 10 years back, 15 years back,
2 years back or 20 years back that happened in my life. നമ്മുടെ ജീവിതത്തിലെ പുറകോട്ട് നോക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് നമുക്ക് വ്യക്തമായി പറയാവുന്ന ആ ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നാം ഓർക്കുക, നാം മരിച്ചവരാണ്. അതുകൊണ്ട് നാം പിന്നെയും ഈ ഭൂമിയിൽ ഉള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പോകുന്നവരെ ആയിരിക്കുവാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാരണം അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ, അവർ പ്രസന്റ് സിറ്റുവേഷൻ. ദ ഫസ്റ്റ് വൺ is concerning with our past. You died. Now what is our present situation? ഒന്നാമത്തെ വാക്യത്തിലുണ്ട് your life, verse 3, your life, in the same verse 3, in the first verse, in the verse 3 first part, you died. Second part, your life is hidden with Christ in God. Your life is hidden with Christ in God. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യമാണത്. My life is hidden with Christ. What does it mean? എൻ്റെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ I am completely secure in God. ദൈവത്തിന്റെ മുൻപിൽ എനിക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. Because my life is hidden in Christ. I am totally secure in Christ. കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. John chapter 10 verse 28. ആർക്കും പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. Because you are secure in my hands. Remember, since Jesus came into our life, since we accepted Jesus as our Savior, we are secure in His hands, and nobody can snatch us away from His hands. We are secure. That is the meaning of we are hidden in Christ. And there is in Romans 8:39 also we read, nothing can separate us from God. Nothing can separate us from the love of God. Nobody can condemn us. Nobody can put any judgment on me, because I am justified by Christ and I am secure in His hands. My life is hidden in Him, means I am totally secure in Jesus Christ. And there is another meaning also in that. Our life is hidden in Christ means the world does not really understand our relation with God, what we are doing in our Christian life. No, we are praying, we are singing, we are worshiping God, we are giving for God's work. Many things we are doing, and in different capacity we are doing that. But the world around us, they do not see, they cannot understand what is our relationship with God. Why are these people doing these things? Why are they always joyful in their life? Many things happen in their life, but even then they are always joyful. What is the reason? The world cannot understand us fully now, because our life is hidden with Christ. So that is our present situation. Then there is a future thing also that is mentioned in verse 4. I said there is a past thing, we died, and the present, in our present state, our life is hidden with Christ. Our life is hidden with Christ. And the third thing that the apostle says is, when verse 4, when Christ, who is our life, appears, then you will also appear with Him in glory. That is the reason, or that is what happens when Christ will appear in His glory. Now, Jesus Christ is everything, the life with Christ is everything for me, because He is my life. നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രൈസ്റ്റ് ഈസ് അവർ ലൈഫ്. എത്ര മനോഹരമായ ഒരു വാക്കാണ് നോക്കുക. വേഴ്സ് 4, when Christ, who is our life, ക്രിസ്തു നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനായ ആ ക്രിസ്തു വെളിപ്പെടുന്ന ആ ദിവസത്തെ നോക്കി നാം മുൻപോട്ട് പോവുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ലൈഫ്. John 14:6 we read, യേശു ക്രിസ്തു തന്നെയാണ് വഴിയും സത്യവും ജീവനുമാണ്. ആ കർത്താവാണ് the way, truth and the life എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാമത്തെ അധ്യായം, സെയിം John chapter 14 verse 19 we read, because I live, you also live. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ വാഗ്ദത്തം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. Why do I live here? ഞാൻ എന്തുകൊണ്ടാണ് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ വരെ എനിക്ക് ജീവിപ്പാൻ ഇടയായി തീർന്നത്? How did I come through all these difficult situations in my life?
simply because I live because Jesus Christ lives for me. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളതായ ആ വലിയ ഉറപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ ജീവനായ ക്രിസ്തു എന്ന് ഈ കർത്താവിനെ കുറിച്ച് പറയുവാൻ നമുക്കിടയായി തീരുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണ്. കർത്താവ് ഉയരത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു എന്നാണല്ലോ നാം വായിക്കുന്നത്. ക്രൈസ്റ്റ് ഈസ് അവർ ലൈഫ്. ഹി ഈസ് ദ സോഴ്സ് ഓഫ് അവർ ലൈഫ്. ഹി ഈസ് ദ ഗോൾ ഇൻ അവർ ലൈഫ് ആൻഡ് ഹി ഈസ് ദ റീസൺ ഫോർ അവർ ലൈഫ്. ഇതുവരെയും നമുക്ക് ജീവിപ്പാൻ ഇടയായി തീർന്നതിന്റെ ഒക്കെ കാരണം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവൻ ആയതുകൊണ്ടാണ്. കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. നാം പലപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം നമുക്ക് നൽകി തരുന്നു. God has prepared, God has given us everything necessary for our life and godliness. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ, നമ്മുടെ ജീവന് ആവശ്യമായതൊക്കെയും ദൈവം നമുക്ക് നൽകി തരുന്നുണ്ട്. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് അവർ ലൈഫ്. കർത്താവാണ് നമ്മുടെ ജീവനെങ്കിൽ, നമ്മുടെ ജീവൻ ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവനെ കുറിച്ച് നാം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. I am totally secure in Christ. And moreover that, above that, we read that once Jesus will appear, then I will also appear with him in glory. നാലാമത്തെ വാക്യം നോക്കുക. When Christ, who is our life, appears, then you also will appear with him in glory. Now we are hidden in Christ. The world does not know how we are living a victorious life in our everyday living, because our life is hidden in Christ. Now we are going to be revealed in glory. Verse 4, when Christ, who is our life, appears, then you also will appear in glory. First John chapter 3 verse 2, നമുക്കറിയാമല്ലോ, നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ബട്ട് എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം ആയിത്തീരും എന്ന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Now we do not know how things are going, but I am sure of one thing, that when Christ appears, I will also appear in glory. നാം തേജസ്സിൽ വെളിപ്പെടുമെന്നുള്ളതായ ആ വലിയ വാഗ്ദത്തമാണല്ലോ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കർത്താവ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രത്യാശയോടുകൂടി, ധൈര്യത്തോടുകൂടി നമുക്ക് പോകുവാൻ കഴിയും. നോക്കുക, രണ്ട് കൽപ്പനകൾ, രണ്ട് കാര്യങ്ങൾ നാം ചെയ്യുവാനുള്ളത് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. യു സീക്ക് ദ തിങ്സ് എബവ് ആൻഡ് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് എബവ്. അതിനുള്ള 3 കാരണങ്ങൾ കൂടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പുറകോട്ട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മരിച്ചു, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് നാം മരിച്ചവരാണ്. നാം അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റു. ഇന്നത്തെ നമ്മുടെ അവസ്ഥ, നാം ഇന്ന് ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ നാം ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. കർത്താവിനോടുകൂടെ നമ്മുടെ ജീവൻ അവിടെ മറഞ്ഞിരിക്കുകയാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ, looking to our future, we can say that when Jesus appears, I also will appear with him in glory എന്ന് പറയുവാൻ നമുക്കിടയായി തീരുമെങ്കിൽ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ യാതൊരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ look at the other side, the opposite side of this one. If we don't have these thinking in our mind, നാം കർത്താവിനോടുകൂടെ മരിച്ചു എന്നുള്ളതായ ആ ചിന്ത നമ്മെ എപ്പോഴും ഉണർത്തുന്നില്ല എങ്കിൽ, എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ അടുക്കൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നാം വിസ്മരിക്കുന്നുവെങ്കിൽ, കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനും ആ കർത്താവിനോടുകൂടെ തേജസ്സിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതായ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പാലിച്ച് മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ നമുക്ക് ഉയരത്തിലുള്ളത് ചിന്തിപ്പാനോ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാനോ കഴിയുകയില്ല. ഈ ലോകത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ നാം പോയി നാം എവിടെ നിന്നാണോ നാം ഈ ഭൂമിയിൽ ആയിരുന്ന പഴയ അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് വീണ്ടും നമ്മുടെ ജീവിതം മുൻപോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഭാഗം ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസ് തന്നെ വീണ്ടും പറയുന്നതായ തന്റെ സാക്ഷ്യം നമുക്കറിയാം. ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. അതിന്റെ 1ാമത്തെ ഭാഗം, ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഈ നമ്മൾ വായിച്ചതായ ഈ 4 വാക്യത്തിൽ ക്രിസ്തു എന്നുള്ള പദം 4-5 പ്രാവശ്യം വരുന്നുണ്ട്. ഒന്നുകൂടെ നമ്മൾ നോക്കിക്കുക ഭാഗം. ചാപ്റ്റർ 3 വേഴ്സ് 1 to 4,
verse 1 we read, with Christ, with Christ. Then same verse, second part, where Christ is. Then verse 3, with Christ in God. Then verse 4, when Christ, who is our life. ആ വാക്യത്തിന്റെ ഒടുവിൽ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് അതിന് പറയുന്നില്ല, വിത്ത് ഹിം എന്ന് നമ്മൾ വായിക്കുന്നു. വിത്ത് ഹിം 5 പ്രാവശ്യമാണ് ക്രിസ്തുവിന്റെ കാര്യം ഇവിടെ പറയുന്നത്. 4 പ്രാവശ്യം ക്രിസ്തു എന്നും 1 പ്രാവശ്യം അവനോടുകൂടെ എന്ന് നാം വായിക്കുന്നുണ്ട്. നോക്കുക, with Christ, where Christ, again with Christ in verse 3, then when Christ in verse 4, and with him in verse 4. നാം ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുകയാണ്. ആ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നാമും കർത്താവിനോട് കൂടെ ആ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെടും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാറ്റിനും എല്ലാമെങ്കിൽ പൗലോസ് പറയുന്ന ആ വാക്യം നമുക്ക് ഒരു വ്യത്യാസം കൂടാതെ നമുക്ക് പറയാൻ കഴിയും. ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ, ആ ഒരു വിഷൻ, ആ ഒരു ഫോക്കസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പൗലോസ് പറഞ്ഞു, ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. മരിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, അത് ലാഭം തന്നെയാണ്. കാരണം 4-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ വായിച്ചത് കർത്താവിനോട് കൂടെ തേജസ്സിൽ നാം വെളിപ്പെടുവാൻ വേണ്ടി ഉള്ളവരാണ്. അതുകൊണ്ട് എവറിത്തിങ് ഇൻ മൈ ലൈഫ് ഈസ് ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ്. എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യവും കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായ ബന്ധത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുക. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ ഭൗതികമായ ജീവിതത്തെക്കുറിച്ചല്ല ഈ വാക്യങ്ങൾ വായിക്കുന്നത്. നമ്മുടെ അവർ സ്പിരിച്വൽ ലൈഫ്, അവിടെ കൊടുത്തിരിക്കുന്ന ആ പ്രോസസ്, അവിടെ കൊടുത്തിരിക്കുന്ന ആ സീക്വൻസ്, ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഇന്നായിരിക്കുന്ന ആത്മീകമായ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ നാം ശ്രദ്ധിക്കുക. വീണ്ടും, യു ഡൈഡ്, യു വെർ റൈസ്ഡ് വിത്ത് ക്രൈസ്റ്റ്, Christ is sitting at the right hand of God, and your life is hidden with Christ in God, and when Christ appears, you will also appear with him in glory. നമ്മുടെ ഒരു ജീവചരിത്രം, നമ്മുടേതായിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ലൈഫ്, നാം കർത്താവിനെ കണ്ടെത്തിയതായ നാള് മുതലുള്ളതായ നമ്മുടെ അനുഭവ സാക്ഷ്യം ഒന്ന് പറയുവാൻ നമുക്കൊരു അവസരം ലഭിച്ചാൽ, a short testimony, if we get an opportunity to give a short testimony about ourselves, we should not spend time to explain about what happened before we came to the Lord, or what is happening in our life, in our day-to-day life, but in 1 or 2 sentences, in 3 or 4 words here, we can say our short testimony. What is our testimony? I died, I am raised with Christ, and Christ is sitting at the right hand of God, and my life is hidden with Christ, and Christ will appear one day, and in that day I also will appear in glory. What a beautiful testimony that Apostle Paul is giving here, and that same testimony we should also be able to give. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യേണ്ടതായ കാര്യം, ഈ സാക്ഷ്യം നമുക്ക് നിലനിർത്തി മുൻപോട്ട് പോകണമെങ്കിൽ ഈ ലോകത്തിന് വേണ്ടി നാം ചിന്തിക്കുന്നവരായി ആകരുത്, ലോകത്തിന് നാം അനുരൂപരാകരുത്. ഈ ലോകത്തിൽ നിന്ന് നാം അതിനെ വിട്ട് നാം പുറത്തു വരണം. നിങ്ങൾ പുറത്തു വരുവീൻ, ഫ്ലീ ഫ്രം ഓൾ ദീസ് തിങ്സ്. ഇതിൽ നിന്നെല്ലാം നാം പുറത്തു വന്നിട്ട് ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും ഉയരത്തിലുള്ളത് അന്വേഷിപ്പാനുമുള്ളതായ ഒരു തീരുമാനം ഈ ആണ്ടിന്റെ അവസാന മണിക്കൂറുകളിൽ എടുക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. നോക്കുക, ദൈവം നമുക്ക് നൽകുന്നതായ പ്രത്യേകമായ 2 നിയോഗങ്ങളാണ്, 2 ആജ്ഞകളാണ് ഈ വാക്യങ്ങളിലുള്ളത്. ആ ആജ്ഞകൾ നാം പാലിക്കുവാൻ നാം ചെയ്യേണ്ടതായ, അതിനുള്ളതായ 3 കാരണങ്ങളും അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ കൂടെ നമ്മെ തന്നെ, നമ്മുടെ ജീവിതം പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ അന്വേഷണത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ ഇടയായി തീരണം. Our heart, our mindset should change. Our focus should change. And the things we are seeking, there should be a definite change in that, because we are a different people. We are a different group of people. The world may not understand that because our life is hidden with Christ. But one day, the people around us
the world will understand who we are, because we are going to appear in glory. At that time only, world will really recognize us and the great privileges, the great blessings that God has given us. ഈ ഒരു പുതിയ തീരുമാനത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഇടയായി തീരട്ടെ. ദൈവവചനത്തിന് മുൻപിലാണ് നാം ആയിരുന്നത്. ആ വചനം നാം കേൾക്കുമ്പോൾ നാം ചില തീരുമാനങ്ങൾ എടുക്കുന്നവരായി മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും പകലും വൈകിട്ടും ദൈവവചനം സംസാരിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് മൂന്നാമത്തെ പ്രസംഗമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. രാവിലെ ഒരു 1.5 hour ഒരു ബൈബിൾ സ്റ്റഡി എനിക്കുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു മീറ്റിങ്ങിന്റെ. അത് കഴിഞ്ഞ് ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിലും ഇന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിലും ദൈവവചനം സംസാരിപ്പാൻ കർത്താവ് നൽകിയ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ നമുക്ക് തീരുമാനിക്കാം. കർത്താവിന് വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായി വരുന്ന വർഷം മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.